എല്ലാവർക്കും നമസ്കാരം. പൂക്കോട് വെറ്റിനറി കോളേജിൽ രണ്ടാം വർഷം വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ എല്ലാ നാറികളും കൂടിച്ചേർന്ന് തല്ലിക്കൊന്നു കെട്ടിത്തൂക്കി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ സിദ്ധാർത്ഥിനെതിരെ പീഡന കേസിന്റെ പരാതിയുമായി ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഈ പെൺകുട്ടി എവിടെ പോയി? ഒളിവില തൃശ്ശൂർകാരിയായ പെൺകുട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോ ആശാദിയില്ല. കാരണം ഞാൻ അന്നേ പറഞ്ഞു, ഇവള് കേസ് കൊടുക്കണമായിരുന്നെങ്കിൽ, ഇവർക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന യുവാവ് മരിക്കുന്നതിന് മുന്നേ കൊടുക്കണം. ഇത് ഏതൊരു ചോറ് തിന്നുന്നവനും കഞ്ഞി കുടിക്കുന്നവനും മനസ്സിലാവുന്ന ഒരു കേസല്ലേ? ഈ സിദ്ധാർത്ഥ് മരിക്കും മുമ്പേ ഇവളിങ്ങനെ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ അതിൽ ജെനുവിനിറ്റി ഉണ്ട്. മനസ്സിലായ? മരിക്കുന്നതിന് മുമ്പേ ഒരു കേസ് കൊടുത്ത ഇവനിങ്ങനെ ശല്യം ചെയ്തു അല്ലെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നെങ്കിൽ അതിലൊരു ജെനുവിനിറ്റി ഉണ്ട്. പക്ഷെ മരിച്ചതിന് ശേഷം ഞായറാഴ്ച പോയിട്ട് കേസും കൊടുത്തിട്ട് വലിയ ആളാവാൻ പട്ടിഷോ കാണിക്കുക, ഒരു പെണ്ണ് കേസ് കൊണ്ട് അവന്റെ തലയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ വലിച്ചു കീറയല്ലേ ചെയ്യൂ നാട്ടുകാരെന്ന് വിചാരിച്ച പെൺകുട്ടിക്കും ആ ടീമിനും തെറ്റി. മനസ്സിലായി? ഇത് അവരുടെ ടീം പ്ലേ ആണ്. മൊത്തത്തിൽ ടീം ചേർന്ന് ഈ പറയുന്ന സിദ്ധാർത്ഥിനെ വലിച്ചു കീറി അടിച്ചു തീർത്ത് കൊന്ന് കെട്ടി തൂക്കി. ഇതാണ് സംഭവിച്ചത്. പെൺകുട്ടി അടക്കം ഇവിടെ ശിക്ഷിക്കപ്പെടണം. കാരണം ഒരു പയ്യന്റെ മേൽ ഒരു പെണ്ണ് കേസ് കൊണ്ട് ഇല്ലാത്ത രീതിയിൽ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പയ്യനെ, അതിപ്പോ ജീവിച്ചിരുന്നാലും മരിച്ചു പോയാലും വലിച്ചു കീറും, അല്ലെങ്കിൽ അവന്റെ ഇമേജിനെ ബാധിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവന്റെ തലയിൽ ഒരു പെണ്ണ് കേസ് കൊണ്ടിട്ട് കൊടുത്തത്. മനസ്സിലായോ? അപ്പോൾ പെണ്ണ് കേസ് കാരണമാണ് അവനെ അവിടെ തല്ലിയതെന്നുള്ള രീതിയിലാക്കി. അപ്പൊ ഒരു പയ്യന്റെ മേൽ ഒരു പെണ്ണ് കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പയ്യനെ ബാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഓരോ പെൺകുട്ടികളും ഇനി ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ട് തക്കതായ നിയമ നടപടി ഈ പെൺകുട്ടിയുടെ നേരെ എടുക്കണം. മനസ്സിലായ? ഇനി ഒരു പെണ്ണും ഇങ്ങനെ ആവർത്തിക്കരുത്. അമ്മാതിരി ലെവലില് ഈ ഒന്നടങ്ങും. ഈ പെൺകുട്ടിയായാലും ഈ അടിച്ച് ഇവനെ സിജോയും മറ്റേ അക്ഷയും എല്ലാം കുറെ എണ്ണല്ലോ, കൂട്ടുപ്രതിയും കൂടെ നിന്നത് അടിച്ചത് എല്ലാം കണ്ടോണ്ടുന്ന എല്ലാത്തിനെയും പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ശിക്ഷിക്കണം. മനസ്സിലായ? ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല. അതാണ് ഫസ്റ്റ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം. അമ്മാതിരി ചെയ്ത്ത് പരിപാടിയാണ് ഈ സിദ്ധാർത്ഥിന്റെ നേരെ ഈ കള്ള എല്ലാം കൂടി ചെയ്ത് കൂട്ടിയത്. പെണ്ണ് കേസ് നീ അനുഭവിക്കാതെ ഈ ലോകത്തൊന്നും പോകത്തില്ല. അതുള്ള കാര്യം. ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോ ഒളിവിൽ വരുന്നില്ല. എവിടെ പറ്റണ്ടേ ഇപ്പോ? അന്ന് ആരൊക്കെ പറഞ്ഞ് തിരുമിക്കയറ്റി വിട്ട് പോയി കേസ് കൊടുത്തല്ലോ. ഇന്നെന്ത് അവരാരും ഇല്ലല്ലോ കൂടുതലോ? സോറി, അവരെല്ലാരും അറസ്റ്റിലാണല്ലോ. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി ഒരു പയ്യന്റെ മേലും ഒരു പെണ്ണും ഇതുപോലെ കള്ളക്കേസ് കൊടുക്കാൻ മുതിരരുത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോളേജ് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ കോളേജ് ഓപ്പൺ ചെയ്യുന്നൊക്കെ കൊള്ളാം. ഈ പാർട്ടിയും അതും ഇതുമൊക്കെ എടുത്ത് മാറ്റണം. ഇനി ഒന്നും വേണ്ട, ഒരു കലാലയങ്ങളിലും വേണ്ട പാർട്ടിയും ഒന്നും. എന്തിനാ പാർട്ടി? എന്തിനാ ഇങ്ങനെ ഓരോരുത്തരെ തല്ലിക്കൊല്ലാനാണോ പാർട്ടി? ഇതിനാണ് പാർട്ടി എങ്കിൽ പാർട്ടി വേണ്ട. അങ്ങനെയുള്ള പാർട്ടിയും അങ്ങനെയുള്ള ഭരണവും ഇവിടെ വേണ്ട. ഇവിടെ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറെ എന്തൊക്കെയാണ് നടക്കുന്നത്? അവന്മാരുടെ പത്യമാണ് നടക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ട് കോളേജ് തുറന്നാലും പാർട്ടിയും വേണ്ട, ഒന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പറക്കി ചുരുട്ടി കൂട്ടി എറിയണം. ഇതെല്ലാ കോളേജുകളിൽ നിന്നും മാറ്റണം. എന്തിനാണ് ഇവന്മാരുടെ വ്യക്തിപരമായ അധികാരങ്ങൾ സ്ഥാപിച്ച് പട്ടി ഷോയും കാണിക്കാനാണോ ഇവിടെ കലാലയങ്ങൾ പാർട്ടിയും കാര്യങ്ങളും? അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് നമ്മുടെ മറുനാടൻ ടിവിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ന്യൂസ് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. നമസ്കാരം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ക്രൂരമർദ്ദനമേറ്റ ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടിയുടെ തന്ന പേരിൽ ലഭിച്ച പരാതിയിൽ ദുരൂഹത. സിദ്ധാർത്ഥിനെതിരെ പരാതിയിൽ മൊഴിയെടുക്കാനായി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡ് വിളിപ്പിച്ചെങ്കിൽ പെൺകുട്ടി ഹാജരായില്ല. കേസ് അന്വേഷണത്തിന് CBI എത്തുമ്പോൾ ആദ്യം ചോദ്യം ചെയ്യുക ഈ കുട്ടിയാകും. തൃശ്ശൂർകാരിയെ പെൺകുട്ടി നിലവിൽ ഒളിവിലാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡിൽ 97 പേരാണ് മൊഴി നൽകിയത്. സിദ്ധാർത്ഥൻ മരിക്കുന്നതിന് മുമ്പ് ക്രൂരമായ മർദ്ദനത്തിനും ശാരീരിക പീഡനത്തിനും ഇരയായ വിവരം പുറത്ത് പറയരുതെന്ന് ഡീൻ നിർദ്ദേശിച്ചെന്ന് മറ്റൊരു വിദ്യാർത്ഥി മൊഴി നൽകി. ആന്റി റാഗിംഗ് ഹെൽപ്പ് ലൈൻ മുഖേന ലഭിച്ച പരാതികളിൽ UGC ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥികളിൽ ഒരാൾ ഇത്തരത്തിൽ മൊഴി നൽകിയത്. അപ്പോ ഇപ്പോ എങ്ങനെ ഇരിക്കണം? ഇപ്പൊ പെൺകുട്ടി മുങ്ങി. എന്ത് നിന്റെ ധൈര്യം ചോർന്നു പോയാ? ഒരുത്തന്നെ എല്ലാവരും കൂടി ചേർന്ന് തല്ലിക്കൊന്നപ്പോ നീ ആ കള്ളക്കേസിൽ കൂട്ടുനിന്ന് അവന്റെ പേരിൽ പീഡനം. ഒരു പെണ്ണ് വിചാരിച്ച ഇവിടെ എന്ത് നടക്കും എന്നുള്ള സാധനത്തിന് കിട്ടിയ ആടിയാണ് ഈ സാധനം. മനസ്സിലായ? വച്ചോ നീ തയ്ച്ചു വെച്ചോ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു
സ്ക്വാഡിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശമുണ്ട്. ഇതോടെ ഡീനും കുടുങ്ങും. ഈ കുട്ടി CBIക്ക് മുമ്പിൽ മൊഴി നൽകിയാൽ ഡീനും പ്രതിയാകും. ഡീനിന്റെ പ്രസംഗ വീഡിയോയും പുറത്തു വന്നിരുന്നു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴിയെടുത്തപ്പോൾ കോളേജ് അധികാരികളിൽ ചിലർ അരികിലുണ്ടായിരുന്നതായി വിദ്യാർത്ഥികളിൽ ഒരാൾ സ്ക്വാഡിന് മൊഴി നൽകി. ഫെബ്രുവരി 26, 27, 28, മാർച്ച് 1 തീയതികളിലാണ് UGC ആന്റി റാഗിംഗ് സ്ക്വാഡ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്റ്റാഫ് എന്നിവരുടെ മൊഴിയെടുത്തത്. കഴിഞ്ഞ മാസം 15 വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥൻ പ്രതിപട്ടികയിലുള്ള രഹാൻ ബിനോയ് ഫോൺ ചെയ്തതിനെ തുടർന്ന് യാത്ര പാതി വഴിയിൽ അവസാനിപ്പിച്ച് പിറ്റേന്ന് രാവിലെ 8 മണിയോടെ ക്യാമ്പസിൽ തിരിച്ചെത്തിയത് മുതൽ സംഭവിച്ചതിൽ അറിയാവുന്ന കാര്യങ്ങളാണ് വിദ്യാർത്ഥികളിൽ ചിലർ സ്ക്വാഡ് മുമ്പാകെ വെളിപ്പെടുത്തിയത്. 18 ഉച്ചകഴിഞ്ഞ് സിദ്ധാർത്ഥനെ മുറിയിൽ കണ്ടില്ല. മുട്ടി വിളിച്ചിട്ടും ബാത്റൂം തുറന്നില്ല. ഇതേ തുടർന്ന് ബാത്റൂം വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടതെന്നാണ് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൊഴി. സിദ്ധാർത്ഥനെ നേരിടേണ്ടി വന്നതുപോലുള്ള പീഡനം മുമ്പ് ഹോസ്റ്റലിൽ 2 പേർക്ക് അനുഭവിക്കേണ്ടി വന്നതായി നടപടി സ്വീകരിക്കാൻ അധികൃതർ കൂട്ടാക്കിയില്ലെന്നും വിദ്യാർത്ഥികളിൽ ചിലർ മൊഴി നൽകിയ വിവരവും ഇടക്കാല റിപ്പോർട്ടിലുണ്ട്. ഇപ്പൊ മനസ്സിലായില്ല, ഇവളുമാരും ഇന്നും ഇന്നലെയും ചേർന്ന് തുടങ്ങിയ പണിയല്ല ഇത്. കാലക്രമേണ കൈമാറി വരുന്നതാണ് ഈ പരിപാടി. മനസ്സിലായ? യവന്മാർക്ക് തക്ക ശിക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ കോളേജുകളിൽ, കലാലയങ്ങൾ, ഒരു സ്കൂളുകളിൽ പാർട്ടി എന്ന് പറയുന്ന സാധനത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാണ്? അവന്മാരുടെ വ്യക്തിപരമായ അധികാരങ്ങൾ സ്ഥാപിക്കാനും മറ്റുള്ളവരെ അടിച്ചമർത്താനും ആണ് എങ്കിൽ ഒരു പാർട്ടി, എങ്കിൽ ഇവിടെ ആ പാർട്ടി വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല. പാർട്ടി ഇല്ലാതെ കോളേജുകളും ഒക്കെ പഠിക്കാൻ പിള്ളേർക്ക് സാധിക്കും. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിള്ളേർ തന്നെ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതി. നിങ്ങൾ ഒരു സ്റ്റുഡൻസ് എന്നുള്ളൊരു സംഭവം സ്വന്തമായിട്ട് അങ്ങ് രൂപീകരിച്ചു ഇറങ്ങിയാൽ മതി. അല്ലാണ്ട് ഇനിയിപ്പോൾ പാർട്ടിയുടെ സപ്പോർട്ടും പാർട്ടിപരമായ വോട്ടും ഇലക്ഷൻ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഒരു കോളേജിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം കുട്ടികൾ ഒന്നടങ്കം അങ്ങ് ഇറങ്ങുക? അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഇവന്മാരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതെനിക്ക് മനസ്സിലായി. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂക്കോട് വെറ്റിനറി കോളേജ് ഇന്ന് തുറക്കും. കോളേജിൽ സംഘർഷ സാധ്യത ഒഴിവാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. ക്യാമ്പസിലും ഹോസ്റ്റലിലും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷ ഒരുക്കാൻ വൈസ് ചാൻസലർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചിരുന്നു. വൈസ് ചാൻസലർ നിയമിച്ചത് സർക്കാരാണ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ 5-നാണ് കോളേജ് അടച്ചത്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെ യോഗം ചേർന്ന ശേഷമാണ് വീണ്ടും തുറക്കുന്നത്. കോളേജിൽ കുട്ടികൾ സുരക്ഷിതമായിരിക്കുമെന്ന ഉറപ്പ് കോളേജ് അധികൃതർ രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കൂടുതൽ സുരക്ഷ ഒരുക്കി. കൂടുതൽ അധ്യാപകർക്ക് ഹോസ്റ്റലിന്റെ ചുമതല നൽകി. കോളേജ് ഹോസ്റ്റലിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയാണ്. ഹോസ്റ്റലിൽ CCTV സ്ഥാപിച്ചു. കോളേജ് തുറന്നാലും സിദ്ധാർത്ഥനെതിരായ പരാതി നൽകിയ പെൺകുട്ടി വരാൻ സാധ്യത കുറവാണ്. താലിബാൻ ശൈലിയിൽ ഭീകര സംഘടനകളുടെ മാതൃകയിലാണ് സിദ്ധാർത്ഥനെ കോളേജ് ഹോസ്റ്റലിൽ SFI നേതാക്കൾ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയതെന്ന് പറയുകയാണ് സിദ്ധാർത്ഥന്റെ അമ്മ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലുള്ളത്. സഹപാഠികളിൽ നിന്നാണ് എല്ലാം മനസ്സിലാക്കിയത്. CBI അന്വേഷണത്തിന് സർക്കാർ വിജ്ഞാപനം ഇറക്കി. ഇതോടെ അതിവേഗം CBI അന്വേഷണം തുടങ്ങും. ഫെബ്രുവരി 16 മുതൽ 18 വരെ 3 ദിവസം SFI നേതാക്കളുടെ കോളേജിലെ യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ ആൾക്കൂട്ട വിചാരണയാണ് 20 വയസ്സുള്ള തന്റെ മകന്റെ മരണത്തിന് കാരണമായതെന്നും അമ്മ പറയുന്നു. ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളാണ് തന്റെ മകൻ നേരിട്ട ക്രൂര വിചാരണ ആദ്യം പുറത്തു പറഞ്ഞത്. ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികളുടെ മുന്നിൽ നഗ്നനാക്കി നിർത്തിക്കൊണ്ട് ബെൽറ്റ് കൊണ്ടും കേബിൾ കൊണ്ടും അടിക്കുകയായിരുന്നു. ആന്തരിക മുറിവുകളുണ്ടായി ചികിത്സ കിട്ടാതെയാണ് സിദ്ധാർത്ഥൻ മരിച്ചത്. ഇത് കൊലപാതകമാണെന്നും കുടുംബം പറയുന്നു. ഇത് കൊലപാതകം തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. ഒരുത്തനെയും വെറുതെ വിടല്. എല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് ഒരു നിരപരാധിയായ ഒരു പയ്യനെ പെണ്ണടക്കം പ്ലാൻ ചെയ്ത് പെണ്ണ് കേസ് ഉൾപ്പെടെ അവന്റെ തലയിൽ ഇട്ട് കൊടുത്ത് അവനെ വലിച്ചു കീറാം എന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുപോയി ഈ ലെവലിൽ എത്തിച്ച ഒരെണ്ണത്തിനെയും വെറുതെ വിടരുത്. ഇനി ഒരു സിദ്ധാർത്ഥ് ഇവിടെ ആവർത്തിക്കരുത്. മനസ്സിലായ? ഒന്നും ഷിജോ എന്താ അവനെ എല്ലാം കരോട്ടക്കാരൻ, അവന്റെ കരോട്ട ഇന്നത്തോടെ അവസാനിക്കണം. ആ ലെവലിൽ ഇവന്മാർക്ക് എല്ലാത്തിനും നല്ല രീതിയിൽ പണി കൊടുക്കണം. ആ പെണ്ണടക്കം ഒരു പെണ്ണ് പോയിട്ട് ഒരു പയ്യനെതിരെ ഒരു പെണ്ണ് കേസോ പീഡന കേസോ കൊടുത്തു കഴിഞ്ഞാൽ അത് വൻ സീനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആ പെണ്ണ് കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പോലും ചിന്തിക്കാതെ ചിലപ്പോൾ കേസെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ. ആ ഒരു സാധനം മാറണം. ഇനി ഒരു പെണ്ണ് ഇല്ലാത്ത കഥ പറഞ്ഞ് ഒരു പയ്യനെതിരെ ഒരു പീഡന കേസോ ഒരു പെണ്ണ് കേസോ കൊടുക്കാൻ പോകുമ്പോൾ ഒരു പെണ്ണ് ആലോചിക്കണം. മനസ്സിലായോ? ആ പെണ്ണ് ഇനി ആലോചിക്കണം. ആ സംഭവമാണ് ഇനി ഇവിടെ ഉണ്ടാവേണ്ടത്. ചുമ്മാ ഇത് ഒരുപാട് പെണ്ണുങ്ങൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒരു പെണ്ണ് കേസം കിട്ടും. മനസ്സിലായോ? ആ സാധനം ഇനി ഇവിടെ നിന്ന് മാറണം. പയ്യന്മാർക്കും ഇവിടെ വിലയുണ്ട്. പിന്നെ കലാലയങ്ങളിൽ പാർട്ടിപരമായ കാര്യങ്ങളൊന്നും വേണ്ട. സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് തന്നെ അവിടെ ഒരു സമരം ചെയ്തങ്ങ് തീർക്കുക. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം പാർട്ടിയുടെ പേരും പറഞ്ഞ് അവന്മാരവിടെ അഴിഞ്ഞാട്ടവും കാര്യങ്ങളുമാണ് നടക്കുന്നത്. മനസ്സിലായ? ഇനി ഇവന്മാർ ചെയ്ത എന്തെങ്കിലും പരിപാടി സിദ്ധാർത്ഥ ഒളിച്ചെന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവന്മാരെന്തോ അധികാരം സ്ഥാപിച്ചത്. ആ പയ്യനെയൊക്കെ ഈ അടിവസ്ത്രമിട്ട് നിർത്തി ഉപദ്രവിച്ചും വെള്ളവും തിന്നാനും കൊടുക്കാതെ ഇഞ്ചിഞ്ചായിട്ട് ഇടിച്ച് ചതച്ച് കെട്ടിത്തൂക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നാളെ എനിക്കോ നിങ്ങൾക്കാണ് ഇതേ അവസ്ഥ വരുന്നതെങ്കിലോ, നാളെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കോളേജുകളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ഒരു അവസ്ഥ വരികയാണെങ്കിലോ, അതുകൊണ്ട് ഇത് നമ്മൾ പ്രതികരിക്കുക. മാക്സിമം നമ്മൾ പ്രതികരിക്കുക. ഇവളുമാർക്ക് ശിക്ഷ കിട്ടുന്നവരെ നമ്മൾ പ്രതികരിക്കുക. ഒന്നിനും വെറുതെ വിടരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.